ഞാൻ ഷൈനി ആൻഡോ, അങ്കമാലിക്കടുത്തുള്ള തുറവൂരിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ ഇത് 7ാമത്തെ മാസമാണ്. കഴിഞ്ഞ നവംബർ 11 2018 ഞാൻ ഉടമ്പടി എടുത്തത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ എത്തിയത് നവംബർ 6 എൻ്റെ മകൾക്ക് പെട്ടെന്നുണ്ടായ ഒരു അസുഖത്തെ തുടർന്നാണ്. അവൾക്ക് മേത്തെല്ലാം കറുത്ത് തടിച്ച പാടുകൾ, അലർജിയായിട്ട് അവളുടെ ശരീരം മുഴുവനും പൊങ്ങിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കൊടുത്ത ടാബ്ലറ്റ്സ് ആദ്യ ദിവസങ്ങളൊന്നും അവൾ കഴിച്ചില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡ് നിർബന്ധിച്ചതിനെ തുടർന്ന്, പൊതുവേ അവൾ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിച്ചിയാണ്, നിർബന്ധിച്ചതിനെ തുടർന്ന് അവൾ ആ ടാബ്ലറ്റ്സ് ഒരു ദിവസം കഴിച്ചു. അന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സെക്കൻഡ് ഡേയിൽ അവൾ മെഡിസിൻ കഴിച്ചിട്ട് അവൾ എക്സാമിന് പോയി. അവിടെ ചെന്നപ്പോൾ അവൾക്ക് എക്സാം ഒന്നും എഴുതാൻ സാധിച്ചില്ല. അവൾക്ക് തല കറങ്ങുകയും ആകെ കുഴയുകയും എക്സാം ഒന്നും എഴുതാൻ സാധിക്കാതെ അന്ന് മുതൽ 8 ദിവസത്തേക്ക് അവൾക്ക് ഒരു ഭക്ഷണമോ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലായി മാറി. പിന്നെ നടന്ന എക്സാംസ് ഒന്നും അവൾക്ക് എഴുതാൻ സാധിച്ചില്ല. അവൾ CAയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നടന്ന മോഡൽ എക്സാംസ് ഒന്നും അവൾക്ക് അറ്റൻഡ് ചെയ്യാനോ വീട്ടിൽ വന്ന് പഠിക്കാനോ ഒന്നും സാധിച്ചില്ല. ആ 8 ദിവസത്തോളം മാതള നാരങ്ങയുടെ ജ്യൂസ് മാത്രം ചുണ്ടത്ത് തൊട്ട് നനച്ചു കൊടുത്തിട്ടാണ് ഞാൻ അവളെ നോക്കിയത്. അതിനിടയ്ക്ക് 3 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരെല്ലാം പറഞ്ഞു HB ലെവൽ തീരെ കുറവാണ്, 6.3 ആണ്, 7 ഇല്ലെങ്കിൽ ബ്ലഡ് കയറ്റേണ്ടി വരും എന്ന് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അവൾക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല, അവൾക്ക് വേറെ ആർക്കെങ്കിലും ബ്ലഡ് സ്വീകരിക്കാനും ഇഷ്ടമില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്ത് സമ്മതിക്കില്ല എനിക്ക് ബ്ലഡ് കയറ്റണ്ടാന്ന്. അങ്ങനെ അവളുടെ ഫ്രണ്ട് ഒരു കുട്ടി കൃപാസനത്തിൽ പേപ്പർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിരാവിലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാം. ആ പേപ്പറും കയ്യിൽ വെച്ച് അഡ്രസ്സൊക്കെ അറിഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ പോകാനായിട്ട് അതിരാവിലെ പോകുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, ഈ അവസ്ഥയിലുള്ള കൊച്ചിനെ നീ കൊല്ലാൻ കൊണ്ടുപോവാണോ? ആൾക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഞാൻ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്, എൻ്റെ മോക്കൊന്നും പറ്റില്ല, ബ്ലഡ് കയറ്റണ്ട എന്ന് പറഞ്ഞു. അവളെ കൊണ്ടുവന്നു. ഇവിടെ ബസ്സിൽ കയറ്റി എൻ്റെ മടിയിൽ കിടത്തിയാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും കസേരയിൽ കൊണ്ടുവന്ന് ഇരുത്തി അവൾ തല ചാച്ച് 3:30 വരെയും അവൾ തല താഴ്ത്തി തന്നെയാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ഈ രൂപത്തിൽ നോക്കി പ്രാർത്ഥിച്ചു, എത്രമാത്രം രക്തമാണ് നിൻ്റെ മുറിവിൽ നിന്ന് ഒഴുകി പോകുന്നത്, ആ ഒരു തുള്ളി രക്തമെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് കയറ്റി അവളെ ശക്തിപ്പെടുത്തി എനിക്ക് തിരിച്ച് തന്നു വിടണം. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭർത്താവിന് പരിഹസിക്കാൻ ഇടവരുത്തരുത്. അതുമല്ല നാളെ തുടങ്ങി എൻ്റെ മോള് നല്ല ആക്റ്റീവായിട്ട് കാണണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവളുടെ അവസ്ഥ കണ്ടിട്ടെന്ന് പ്രാർത്ഥിച്ചു. 3:30 ആവുന്നവരെയും അവൾക്ക് ഒരു മാറ്റമില്ല. അവളിങ്ങനെ തല ഉയർത്താതെ തന്നെ കസേരയിൽ കിടക്കുകയാണ്. 3:30 കഴിഞ്ഞു, ധ്യാനം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം തോന്നി, ദൈവം എങ്ങനെയെങ്കിലും അമ്മ മാതാവ് എനിക്ക് ഫാദറിനെ ഒന്ന് കാണാൻ സാധിച്ചെങ്കിൽ 11 തുടങ്ങി അവളുടെ എക്സാമാണ്, അതും മുടക്കം വരുത്തുമല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ച് 7 മണി ആവാറായപ്പോഴേക്കും അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ ചോദിച്ചപ്പോൾ വിവരം പറഞ്ഞു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച അതേ കുരിശിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയിട്ടാണ് അച്ഛൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, സാക്ഷ്യപ്പെടുത്തിയാൽ മതിയെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ തിരിച്ച് സന്തോഷത്തോടു കൂടി ഇവിടുന്ന് കഴിഞ്ഞ് പോയപ്പോൾ തന്നെ ഭയങ്കര തിരക്കുള്ള റൂട്ടല്ലേ, ബസ് ഒരിക്കലും കിട്ടാറില്ല. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എത്രയും വേഗം ഒരു പെട്ടെന്ന് നേരിട്ടുള്ള ബസ് കിട്ടിയേക്കണേ. അപ്പോൾ ഞങ്ങൾ പഠിക്കാൻ ചെന്നതേ ഗുരുവായൂർക്കുള്ള ബസ് നേരിട്ട് നല്ല സീറ്റ് കാലിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ കിട്ടി. അങ്കമാലി ചെന്നപ്പോൾ ലാസ്റ്റ് ബസ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ 8:45 ബസ്സും അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു തടസ്സം കൂടാതെ ഞങ്ങൾ വീട്ടിൽ സുരക്ഷിതമായിട്ടെത്തി. അവിടെ വീട്ടിൽ ചെന്നതേ എൻ്റെ മോള് നല്ല സന്തോഷത്തിലായിരുന്നു. അവൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. ബീഫ് കറി കൂട്ടിയിട്ടാണ് അന്ന് അവൾ ഭക്ഷണം കഴിച്ചത്. 8 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന മോളായിരുന്നു. എനിക്ക് തീർച്ചും അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിൽ പറഞ്ഞു ഉടമ്പടി ഇവിടെ വന്ന് എടുക്കണം, ഇത് തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സ്ഥലം തന്നെയാണ്, പുണ്യപ്പെട്ട സ്ഥലമാണ്. അവളുടെ എക്സാമിന് വേണ്ടി ഉടമ്പടി എടുക്കണം. നവംബർ 11 അവളുടെ എക്സാം തുടങ്ങുകയാണ്. അവളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് പോയി എഴുതാൻ പറഞ്ഞു, ഒരു പ്രാക്ടീസെങ്കിലും ആവട്ടെ. 11 അവളെ കൊണ്ടുപോകണം, കുറേ ദൂരെ തേവരെയാണ് എക്സാം സെൻറ്റർ കിട്ടിയത്. അപ്പോൾ ഇത്രയും വയ്യാത്ത കുട്ടിയല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയായിരുന്നു. ആദ്യ ദിവസം പപ്പ അവളെ കൊണ്ട് എക്സാം എഴുതിക്കാൻ പോയി. ഞാൻ നേരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യം നിയോഗമായിട്ട് അവളുടെ എക്സാം തന്നെയാണ് വെച്ചിരുന്നത്. അവൾ ആക്റ്റീവായിട്ട് എക്സാം എഴുതട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അവളെല്ലാ എക്സാമും അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ സാധിച്ചില്ല. പഠിച്ചിരുന്ന വിഷയങ്ങൾക്കെല്ലാം അവൾക്ക് നല്ല മാർക്ക് നേടാൻ സാധിച്ചു. ഇപ്പോൾ അവൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇത് തീർച്ചയായിട്ടും അമ്മ അവളെ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമതായിട്ടുള്ള അനുഗ്രഹം വളരെ എനിക്ക്
എടുത്തു പറയേണ്ടതാണ്. 9 വർഷത്തോളമായിട്ട് ഞാൻ നട്ടെല്ലിൻ്റെ ഡിസ്ക് ദ്രവിച്ച് ചികിത്സയിലായിരുന്നു. പല പ്രാവശ്യം കൂടും, പിന്നെ അത് വീണ്ടും കുറയും. ഞാൻ ഒരു സ്കൂളിൽ അധ്യാപിക കൂടിയാണ്. 5 മിനിറ്റ് കൂടുതൽ നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ കാല് രണ്ടും കുത്തിക്കഴപ്പും വേദനയും തുടങ്ങും. പക്ഷേ ജോലിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് നിന്ന് തന്നെ പഠിപ്പിക്കണമല്ലോ, എങ്കിലാണ് ആത്മസംതൃപ്തി ലഭിക്കുകയുള്ളൂ. പ്രൈവറ്റ് ഫേമാണ്. അപ്പോൾ ഒത്തിരി അധികം വിഷമമാണ്. വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ 2 മണിക്കൂറെങ്കിലും കാല് നിവർന്ന് കിടന്നാലാണ് പിന്നെയുള്ള അടുക്കളയിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കാറ്. ഈ കഴിഞ്ഞ 6 മാസം വരെ അങ്ങനെയാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞ്, അതെൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ സ്റ്റുഡൻസിനൊക്കെ അറിയാം. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ തന്നെ ആര് വിളിച്ചാലും കിട്ടൂല, കാരണം 2 മണിക്കൂർ എൻ്റെ റെസ്റ്റാണ്. മെഡിക്കേഷനെല്ലാം ഞാൻ നിർത്തി. അങ്ങനെ റെസ്റ്റ് തന്നെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയാൽ അതെനിക്ക് കുമ്പിട്ടെടുക്കാൻ പറ്റില്ലായിരുന്നു. കുട്ടികൾ കണ്ടാൽ അവർ വന്ന് എടുത്തു തരും, അല്ലെങ്കിൽ ഞാൻ കാലുകൊണ്ട് ചവിട്ടിയാണ് അതെടുക്കുക. പിന്നെ മുട്ടുകുത്താനോ താഴെ ഇരിക്കാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ആദ്യം 2 പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും എൻ്റെ മോള് ഫ്രണ്ടിൽ പോയി കസേര വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. കസേര കൊണ്ടുവന്ന് ഇവിടെ സൈഡിലും അവിടെ സൈഡിലൊക്കെ ഇരിക്കുമായിരുന്നു. ഒരിക്കൽ പോലും എനിക്ക് താഴെ ഇരിക്കാൻ പറ്റാറില്ല. 3ാമത്തെ പ്രാവശ്യം മോളില്ലാതെ ഞാൻ തനിയാണ് വന്നത്. അപ്പോൾ അരമണിക്കൂർ ദൂരം യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അവശതയാവാറുണ്ട്. വീട്ടിൽ ചെന്ന് റെസ്റ്റ് ചെയ്താലേ എനിക്ക് സുഖം കിട്ടാറുള്ളൂ. അവിടെ നിന്നും അങ്കമാലിയിൽ നിന്നും ആലപ്പുഴ ചേർത്തല വരെ 2 മണിക്കൂർ 1.5 മണിക്കൂറോളം നിന്ന് യാത്ര ചെയ്താണ് അന്ന് വന്നത്. ഇവിടെ വന്നപ്പോൾ ഒട്ടും സ്ഥലമില്ല, ബാക്കിലാണ് ഏറ്റവും സ്ഥലം കിട്ടിയത്. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവൻ നിൻ്റെ ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് ഇരിക്കുകയോ നിൽക്കുകയോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇവിടെ ആ ബിൽഡിങ്ങിൻ്റെ വാതിക്കയായിട്ട് വന്നിരുന്നു. ആ വാതിക്ക ഇരുന്നപ്പോൾ ഒരു പായായിട്ട് കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ താഴെ ഇരുന്നു, പിടിച്ചിട്ടാണ് ഇരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എഴുന്നേൽപ്പിക്കാൻ ആരെങ്കിലും വന്നാലേ എനിക്ക് അവിടെ നിന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. സാധാരണ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ഭർത്താവ് കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുക ചെയ്യാറ് എല്ലാ ദിവസവും. അപ്പോൾ അവിടെ ഇരുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല, അതേ അവസ്ഥയിലായിരുന്നു. പക്ഷേ ഏത് നേരം ആ വാതിൽ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസഞ്ചേഴ്സ് പോകുന്ന പോലെ ഇവിടുത്തെ ബ്രദേഴ്സ് ശുശ്രൂഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മാറണമായിരുന്നു, കാല് തിരിച്ചു മറിച്ചു മാറ്റണമായിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം വരെ അവിടെ ഇരുന്നു. അന്ന് വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. സുഖമായിട്ട് അന്ന് താഴെ ഇരുന്ന് ഫുൾ ധ്യാനം കൂടാൻ പറ്റി. ഇവിടെ നിന്ന് അവിടെ വരെ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ സാധിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മുട്ടുകുത്താനോ അല്ലെങ്കിൽ കുമ്പിട്ട് എന്ത് സാധനം പോയാലും അവിടെ നിന്ന് എടുക്കാനോ ഒന്നും ഒരു പ്രയാസമില്ല, താഴെ ഇരിക്കാനും പ്രയാസമില്ല. ഇന്ന് വരുമ്പോൾ തിരക്ക് കാണുമ്പോൾ എനിക്ക് പേടിയില്ല. എവിടെയെങ്കിലും ഒരു അല്പം സ്ഥലം കിട്ടി അവിടെ ഒറ്റക്കാലിൽ നിന്നായാലും എനിക്ക് ധ്യാനം കൂടാമെന്ന് നല്ല ധൈര്യമുണ്ട്. പിന്നെ 9 വർഷമായിട്ട് പച്ചവെള്ളത്തിൽ കുളിക്കാൻ എനിക്ക് സാധിക്കാറില്ല. ഈ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് തുടങ്ങിയതിൽ മുതൽ പച്ചവെള്ളത്തിൽ കുളിച്ചാൽ പിറ്റേ ദിവസം കൈയും കാലെല്ലാം നീര് വയ്ക്കുമായിരുന്നു. അപ്പോൾ എത്ര ചൂടുള്ള കാലമാണെങ്കിലും തിളപ്പിച്ച വെള്ളത്തിലാണ് കുളിക്കാറ്. ചില ദിവസം ഭർത്താവുമായിട്ട് വഴക്കടിക്കാറുണ്ട്, കാരണം കുളിക്കാതെ കിടക്കും, വെള്ളം തിളപ്പിച്ച് കുളിക്കാനുള്ള മടിക്ക്. അപ്പോഴും എന്നെ ചീത്ത പറയാറുണ്ട്. ഇവിടെ ഒന്ന് ഉടമ്പടിയിൽ അത് എഴുതി പ്രാർത്ഥിച്ചായിരുന്നു. ആ മാസം തുടങ്ങി, കഴിഞ്ഞ നവംബർ മാസം തുടങ്ങി ഇന്നേ വരെ ഏത് നട്ടാപ്പാതിരയ്ക്കായാലും പച്ചവെള്ളത്തിൽ കുളിക്കാനായിട്ട് ഉള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു. അപ്പം ഞാൻ ചൂടുവെള്ളം ഉപയോഗിക്കാറില്ല. ഇനി ഉടമ്പടിയിൽ എഴുതാതെ പെട്ടെന്ന് സംഭവിച്ച അത്ഭുതങ്ങളാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനുജൻ്റെ വൈഫ്, അവളെ കെട്ടിക്കൊണ്ടുവന്ന കാലം മുതലേ അവളുടെ കാലിൽ ചുടുവാദം ഉണ്ടായിരുന്നു. ചുടുവാദം നിന്ന് പൊട്ടി ബ്ലഡ് ഒലിക്കുമായിരുന്നു. അവൾക്ക് കാല് നിലത്ത് കുത്താൻ വലിയ ബുദ്ധിമുട്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുക, എനിക്കൊരു ദിവസം പനി വന്നപ്പോൾ അവൾ എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ അവൾ കാല് ഒങ്കിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ചുടുവാദം വന്ന് കാല് എനിക്ക് നിലത്ത് കുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ കിടന്നിട്ട് തന്നെ എൻ്റെ മോളോട് പറഞ്ഞു, മോനെ അമ്മയുടെ തൈലം എടുത്തിട്ട് വന്നേ, മേമയ്ക്ക് ഇത് പുരട്ടി കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ തൈലം കൊണ്ടുവന്നു. ഞാൻ ആ കിടക്കുന്ന ബെഡിൽ തന്നെ അവളുടെ കാല് നീട്ടി വെച്ചിട്ട് ആ തൈലം കാലിൻ്റെ അടിയിൽ തേച്ച് കൊടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി. പിറ്റേ ദിവസം അവൾ രാവിലെ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചി എൻ്റെ കാല് പൂർണ്ണമായി ഉണങ്ങി, എൻ്റെ കാലിൻ്റെ മുറിവെല്ലാം മാറി, ഇപ്പം എനിക്ക് സുഖമായിട്ട് കാല് നിലത്ത് കുത്താൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തു തന്ന നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഇവിടെ വന്നിരുന്ന ആദ്യ ദിവസങ്ങളിൽ പറയാറുണ്ട്. ഇത്രയും അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അമ്മ എത്ര മക്കൾക്കാണ് എന്തോരം അത്ഭുതങ്ങളാണ് കൊടുക്കുക, എല്ലാം കൊടുത്ത് തീർന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ അല്പമെങ്കിലും അനുഗ്രഹങ്ങൾ എനിക്ക് തരുമെന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. എനിക്കൊരു കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അറിയിക്കും. ലൈസ ലൂക്കോസ്, ഇത് ഹസ്ബൻഡ് അജീഷ്, മോള് ഇവാന, എനിക്കൊരു മോനുണ്ട് ജോയൽ. ഞാൻ ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്
2020 സെപ്റ്റംബറിലാണ്. അതിനു മുന്നേ 2019 മുതൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഇവിടുത്തെ കൃപാസനത്തെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അത് അങ്ങനെ ഞാനിവിടെ വന്നു. അത് എടുക്കാൻ കാരണം എൻ്റെ മോളാണ്. ഞങ്ങളുടെ സെക്കൻഡ് മാരേജ് ആയിരുന്നു. അപ്പം 2020 ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചു. അപ്പം ഞങ്ങൾ ആശുപത്രിയിൽ പോയി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു 5 വർഷത്തേക്ക് ഞങ്ങൾക്ക് ഉടനെ ഞാൻ പ്രഗ്നൻ്റ് ആവില്ല. ഞങ്ങൾക്ക് 2 പേർക്കും പ്രശ്നമുണ്ട്. ഒരു 3-4-5 വർഷം അടുപ്പിച്ച് നല്ലോണം മരുന്ന് കഴിക്കണം, അതും നല്ല വിലയുള്ള മരുന്നുകൾ. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് അമ്മ തരുന്നൊരു കുഞ്ഞു മതി, മരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട, അമ്മ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അപ്പോൾ അതിനു മുന്നേ എനിക്കൊരു യൂട്രസിലൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഇവിടെ വന്നത്. അതും ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരിക്കലും പെട്ടെന്ന് തന്നെ ഒന്നും ആകില്ല, അതാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 90-ാം ദിവസം ഞാൻ എൻ്റെ എല്ലാ പ്രയറുകളും തുടങ്ങി. അമ്മയുടെ പ്രതീക്ഷീകരണ പ്രാർത്ഥന, പ്രേക്ഷിത പ്രവർത്തനം, പത്രം, പിന്നെ തേന്, തൈല, ഉപ്പ് എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി ഞാനും ഹസ്ബൻഡും. 90-ാം ദിവസം എനിക്ക് അതിന് മുന്നേ തന്നെ നടുവേദന, ഭയങ്കര പ്രശ്നം, പീരീഡ് ആകുന്ന പോലെ തന്നെ. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ചിലപ്പോൾ പീരീഡ് ആകാനായിരിക്കും, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാലേ ഉള്ളൂ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പോൾ എനിക്കിതാകാനാണോ എന്ന്. 90 ദിവസമായി കഴിഞ്ഞപ്പം ആദ്യ മാസം എനിക്ക് പീരീഡ് ആയി ഇവിടെ വന്നതിന് ശേഷം. അത് കഴിഞ്ഞപ്പം പിന്നെ 2 മാസത്തേക്ക് എനിക്ക് ആകുന്നില്ല. അങ്ങനെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് നോക്കാം, നമുക്ക് പേഴ്സണലായിട്ടൊന്ന് നോക്കാമെന്ന് പറഞ്ഞു, പ്രഗ്നൻസി ടെസ്റ്റും ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം കറക്റ്റ് 90-ാം ദിവസം ഒരു ദിവസം രാവിലെ ഞങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അങ്ങനെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പ്രഗ്നൻറ്റ്. 5 വർഷം ആകില്ല എന്ന് പറഞ്ഞതാണ് ഡോക്ടർ, ഫയല് ക്ലോസ് ചെയ്തതാണ്. 17 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഇവളൊരു മോളുണ്ടാകണത്. അതായത് മോന് ഉണ്ടായതിന് ശേഷം 17 വർഷത്തിന് ശേഷം അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി. അപ്പം ഞാൻ എന്നിട്ട് ഇവളെ പ്രസവിച്ചത് ഇറ്റലിയിലാണ്. അവിടെയും ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇവളെയും കൊണ്ട്. സിസേറിയൻ ആയിരുന്നു, കോവിഡിൻ്റെ ടൈം. അവിടെ എനിക്ക് ആരുമില്ല, ഹെൽപ്പിനൊന്നും ആരുമില്ല ആശുപത്രിയിൽ. ഞാൻ എന്നിട്ട് ഇവളെ പ്രസവിച്ച് വീട്ടിൽ വരുമ്പം എനിക്ക് ആകെയുള്ളൊരു കൂട്ട്, എനിക്കൊരു ഇവിടെ അങ്കമാലിക്കരത്തൊരു കൊച്ചാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ വഴി അവളെ എനിക്ക് കൂട്ടുകിട്ടി. എല്ലാ സഹായവും അങ്ങനെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ഇവളുടെ പാസ്പോർട്ടും വിസയും അത് കിട്ടാൻ ഭയങ്കര പാട്, ഹസ്ബൻഡ് ഇറ്റലിയിൽ വരാത്തതിൻ്റെ പേരിൽ. അതിനു വേണ്ടി ഒരു 5-6 പ്രാവശ്യം ഇന്ത്യൻ എംബസി കയറി ഇറങ്ങി. പാസ്പോർട്ടിന് അവർ തരില്ല, ഹസ്ബൻഡ് ഇറ്റലി വന്നിട്ടില്ല എന്ന് പറഞ്ഞ്. ലാസ്റ്റ് തവണ ഞാൻ പോയപ്പോൾ ഉടമ്പടി കാശുരുമായിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഞാൻ എംബസി ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മോളും ഉണ്ട് കൂടത്തിൽ. അപ്പോൾ ഇവളുടെ ഉടുപ്പിൻ്റെ മുകളിൽ ഞാൻ കാശുരൂപം കൊളുത്തി വെച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇന്നെങ്കിലും എനിക്കിത് തരണം, കാരണം ഇവളെ അമ്മ തന്നതാണെങ്കിൽ എനിക്കിവളെ അമ്മയുടെ പടിക്കൽ എത്തിക്കണം. അതാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. അന്ന് ലാസ്റ്റ് ദിവസം എല്ലാവരും എംബസിയിൽ നിന്ന് പോയി, ലാസ്റ്റ് ഞാൻ നിൽക്കുകയാണ്. അപ്പം ഒരു ഇറ്റാലി ലേഡി എന്നോട് ചോദിച്ചു എന്താണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, കൊച്ചിനെ ഇങ്ങനെ പാസ്പോർട്ട് കിട്ടിയിട്ടില്ല, ഇതാണ്, ഇത്രയും പ്രാവശ്യം ഞാൻ വന്ന് എനിക്കവർ തരുന്നില്ല. അപ്പം ആദ്യം തന്നെ ലേഡി എൻ്റെ കുഞ്ഞിൻ്റെ കാശുരൂപത്തിലോട്ടാണ് നോക്കിയത്. അപ്പം ചോദിച്ചു, ഇത് എന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഈ അമ്മയാണ് എനിക്ക് മോളെ തന്നത്, അപ്പം എനിക്ക് ഇവളെ അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, എന്നാൽ നീ എനിക്കും വേണ്ടി ഈ അമ്മയോടൊന്ന് പ്രാർത്ഥിക്കണം, അമ്മയോട് പറയണം, എൻ്റെ കാര്യവും കൂടെ പറയണം. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ പറയാം. അപ്പം എനിക്ക് മനസ്സിലായി ഇന്ന് എനിക്ക് അമ്മ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് തരും എന്നുള്ളത്. അപ്പം തന്നെ എൻ്റെ ഫയലുകളെല്ലാം മേടിച്ച് എന്നോട് പറഞ്ഞു 45 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് റെഡിയാകും എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ എനിക്ക് 45-ാം ദിവസം പാസ്പോർട്ട് റെഡിയായി. അതുപോലെ തന്നെ വിസ, എല്ലാത്തിനും ആദ്യം ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു, കിട്ടുന്നില്ല, ഒത്തിരി ദിവസം മാസമൊക്കെ എടുക്കുന്നു. ഇവളുണ്ടായി 2.5 വർഷത്തിന് ശേഷമാണ് ഞാൻ നാട്ടിൽ വരുന്നത്. അന്നേരപ്പോഴൊന്നും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, കാരണം എനിക്കിങ്ങനെ മൈക്കിൻ്റെ മുന്നിൽ നിൽക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ ഈ കഴിഞ്ഞ വർഷം സാക്ഷ്യം ഇവിടെ വന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പം ഈ സിസ്റ്ററിൻ്റെ തന്നെയാണ് ഞാൻ എഴുതി കൊടുത്ത്. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ നീ സാക്ഷ്യം പറഞ്ഞേ പറ്റുള്ളൂ, കാരണം ഇത്രയും വലിയൊരു മിറാക്കിൾ മാതാവ് തന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി, മൈക്കിന് മുന്നിൽ നിന്ന് പറയാനും വിറക്കിലും അങ്ങനെയൊക്കെ. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു കാര്യം നടക്കുന്നില്ല. അതായത്
ഭയങ്കര ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞാണ് കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ മാതാവിന് കൊടുക്കുന്ന ഈശോയ്ക്കും കൊടുക്കുന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ ശരിക്കും നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. അന്നേരപ്പം തന്നെ ഞാൻ മുട്ടുകുത്തി മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഇനി എന്ന് നാട്ടിൽ വരുന്നു അന്നേരപ്പം അവിടെ വന്ന് ഉടമ്പടി പുതുക്കി സാക്ഷ്യം കുഞ്ഞുമായ ഹസ്ബൻഡുമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷമേ എൻ്റെ വീട്ടിൽ പോകുള്ളൂ എന്ന്. ഇന്നലെ വൈകുന്നേരം ഞാനിവിടെ എത്തി, രാത്രിക്ക് ഇവിടെ സ്റ്റേ ചെയ്തു. ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോകുള്ളൂ. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം മോളുടേത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിവോഴ്സ് ആയിരുന്നു. ഞങ്ങൾ സെക്കൻഡ് മാരേജ് ആണ് 2019 ഞങ്ങളുടെ. അപ്പോൾ ഈ ഡിവോഴ്സിൻ്റെ ഈ പ്രശ്നമുള്ള കാരണം ഫാമിലിയിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ കുടുംബത്തിൽ. അപ്പോൾ അവരിങ്ങനെ ചേച്ചിമാർ, ഞങ്ങൾ 5 പെമ്മക്കളാണ്. അപ്പോൾ അവരിങ്ങനെ വലിയ മിണ്ടാട്ടമൊന്നുമില്ല, അവർക്ക് എന്തോ ഒരു വലിയൊരു ദേഷ്യം പോലെ എല്ലാവർക്കും. അപ്പോഴും ഞാൻ മാതാവിന് വിട്ടുകൊടുത്തു. അന്നും കൊന്തേ ജപമാലയുണ്ട്, ബൈബിളുണ്ട്, ചെറുപ്പം മുതലുള്ള കാര്യങ്ങളാണ്. എന്നാലും ഒന്നുകൂടെ കൂടി. പക്ഷേ ആ സമയത്ത് എല്ലാവരും എന്നെ എന്തൊക്കെയോ ഇങ്ങനെ മാറ്റി നിർത്തി. ഇപ്പം ഞാൻ പലതും എൻ്റെ മനസ്സിലോട്ട് വന്നു, ഇനി എന്തിനാ ജീവിക്കുന്ന ആരും ഇല്ല. പക്ഷേ ഇറ്റലിയിൽ അവിടെ ഒത്തിരി അച്ഛന്മാരും ഡോക്ടേഴ്സും അങ്ങനെയുള്ളവരൊക്കെ, ഞാൻ അവിടെ 20 വർഷം ആയി അവിടെ ഇറ്റലിയിലായിട്ട്. അപ്പോൾ അവരെ പരിചയമുള്ള കാരണം അവർ പറഞ്ഞു, നീ ജീവിക്കണം മുന്നോട്ട്, അല്ലാതെ തളർന്ന് നിൽക്കുകയല്ല ചെയ്യേണ്ട, അല്ലെ മരിക്കാൻ ആഗ്രഹിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഉടമ്പടിയിൽ രണ്ടാമത്തെ നിയോഗമായിട്ട് കുടുംബസമാധാനം വെച്ചു, കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള ഐക്യം. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നപ്പം ഏറ്റവും മൂത്ത ചേച്ചി എന്നെ വിളിച്ചു, നീ എന്നാ വന്നേ എന്ന് ചോദിച്ചു. ഈ 6 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് അവൾ എന്നെ വിളിക്കുന്നതാണത്. അത് കഴിഞ്ഞ് ഓരോരുത്തർ എന്നെ വിളിക്കാൻ തുടങ്ങി. ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല, നല്ല പഴയ ജീവിതം പോലെ തന്നെ നല്ല രീതിയിൽ പോകുന്നു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ ഈ ഒറ്റ ഉടമ്പടിയിലാണ് ഇതെല്ലാം എനിക്ക് നേടിക്കിട്ടിയത്. പിന്നെയുള്ള സാക്ഷ്യം ഇറ്റലിയിൽ തന്നെയുള്ള കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാനിവിടെ വന്നപ്പം, ഇവിടെ വന്ന് പഠിക്കാൻ കയറിയപ്പോൾ ഇറ്റലിയിൽ നിന്നൊരു കോള് വന്നു. എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ച്, രഹന, അവൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടി നമ്മുടെ റൂമിലുള്ള ഒരു ജോയി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ഞങ്ങൾ അറിയുന്നതാണ്. ആ ചേട്ടന് ഹാർട്ടിന് പ്രശ്നം വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അപ്പോൾ ആ ചേട്ടന് പേപ്പറൊന്നുമില്ല, വിസയൊന്നും ഇല്ലാതിരിക്കുന്ന മനുഷ്യനാണ്. അപ്പം ഡോക്ടർമാർ പറഞ്ഞു ഉടനെ ഒന്ന് ഓപ്പറേഷൻ, 2-3 ബ്ലോക്ക് ഉണ്ട്, ഒന്ന് ചെയ്യാം, ബാക്കി ചെയ്യാൻ പറ്റില്ല ഉടനെ എന്ന് പറഞ്ഞു. അപ്പം നിൻ്റെ നിയോഗത്തിൽ ഉടമ്പടിയിൽ ഒരു നിയോഗം നീ ജോയിച്ചേട്ടന് വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഞാനത് വെച്ചു. അതിൻ്റെ 3-ാം ദിവസം തന്നെ ആ ചേട്ടൻ്റെ മറ്റുള്ള ആ ഓപ്പറേഷൻ പറഞ്ഞതും അതും നടന്നു. അതൊരു വലിയൊരു അനുഗ്രഹമാണ് ആ ചേട്ടന്, കാരണം ഇങ്ങോട്ട് വരാൻ പറ്റിയാലാത്തൊരവസ്ഥ. ആ ചേട്ടൻ്റെ പിന്നീട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല, വിസ റെഡിയായി കിട്ടി. ആ ചേട്ടൻ നാട്ടിൽ വന്നു, ഇപ്പം തിരിച്ച് ഇറ്റലിക്കും വന്നു. അതും എൻ്റെ ഈ ഒരു ഉടമ്പടിയുടെ ഭയങ്കര ഈ പ്രയറിൻ്റെ ഒരു ശക്തി തന്നെയാണ് മാതാവിൻ്റെ. പിന്നെ ഉള്ളത്, എനിക്ക് അവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സാക്ഷ്യം പറയാത്തതിൻ്റെ ആയിരിക്കാം, എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ, ഈ പീരീഡ് വരുന്നില്ല, ഭയങ്കര കോംപ്ലിക്കേഷൻ. എന്ത് വന്നിട്ടും എന്തോരം പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും ആവുന്നില്ല. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ സാക്ഷ്യം പറയാഞ്ഞിട്ടായിരിക്കാം, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അമ്മേ, എനിക്കിവിടെ മരുന്നൊന്നുമില്ല, ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്ന് ആശുപത്രിയിലോട്ടൊന്നും പോക്ക് കിടക്കിയല്ല അവിടെ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആകെയുള്ള മരുന്ന് തൈലവും ഉപ്പുമാണ്, തേനുമാണ്. ഇപ്പോൾ ഷുഗറിന് അവർ ഡോക്ടർമാർ പറഞ്ഞു, വിളിച്ച് ചോദിച്ചപ്പോൾ തേൻ കഴിക്കരുതെന്ന്. ഞാനതങ്ങ് നിർത്തി പേടിച്ചിട്ട്. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ ഈ ഉപ്പും തൈലവും കൂടെ എൻ്റെ നെഞ്ചത്തും ഒക്കെ ഞാനിങ്ങനെ കുരിശ് വരച്ച് എല്ലാ ദിവസവും രാവിലെയും 3 നേരം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചെയ്യുമായിരുന്നു. അത് എനിക്കിപ്പം ദൈവം അനുഗ്രഹിച്ച് പരിശുദ്ധമ്മ വഴി എനിക്കത് നോർമലായി കിട്ടി, ഒരു കുഴപ്പമില്ല, മരുന്നൊന്നും കഴിക്കേണ്ട വന്നിട്ടില്ല എനിക്ക്. അതുകൂടാതെ പിന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പം എനിക്ക് എപ്പോഴും കിട്ടുന്ന ജോലി, ഞാൻ അവിടെ ഒരു പ്രായമുള്ള അമ്മച്ചിമാരെ നോക്കുന്ന ജോലിയാണ്. എപ്പോഴും കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഉറക്കളയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ നിന്നും നമുക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ, സങ്കടകരമായ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, മാതാവ് ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു ജോലി മാതാവ് എനിക്ക് തരണം, പള്ളിയിൽ പോകാൻ പറ്റിയുള്ളൊരു ജോലി എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഈ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഹാൻഡിക്യാപ്റ്റഡ്, അതായത് നമ്മുടെ ഈ പിള്ളേരുടെ രീതിയിൽ, പിള്ളേർ ചിന്തിക്കുന്ന പോലെ രീതിയിലുള്ളൊരു അമ്മച്ചി, 70 വയസ്സുള്ളൊരു അമ്മച്ചി, വിവാഹം കഴിക്കാത്തതാണ്. അങ്ങനെ ഒരു അമ്മച്ചീനെയാണ് എനിക്ക് കിട്ടിയത്. എല്ലാ ദിവസവും വൈകുന്നേരമാണ് അവിടെ കുർബാന. എല്ലാം ഈ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ കുർബാന ഇതുവരെ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ എല്ലാ മാസവും കുമ്പസാരം നടക്കുന്നുണ്ട്.
പിന്നെ ഞാൻ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതെനിക്ക് അതിലും വലിയൊരു സന്തോഷകരമാണ്. ഞാൻ ജോലി ചെയ്യുന്ന വീടിൻ്റെ ചുറ്റിനും 3 പള്ളിയാണ്. അന്തോണീസ് പുണ്യാളൻ്റെ പള്ളി, അന്ത്രേ പുണ്യാളൻ്റെ പള്ളി, ഈശോയുടെ തിരുഹൃദയം, അതായത് കോർപ്പതി ക്രിസ്തു. ഈ 3 പള്ളിയുടെ നടുക്കാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എങ്ങോട്ട് നോക്കിയാലും പള്ളിയാണ്. പിന്നെ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് 5 മണി വരെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ടൈം കിട്ടി. അതായത് ഇപ്പോൾ ഈ 2 മാസമായിട്ട് ഞാൻ 1000 മണി ജപമാലയാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒന്നിച്ച് ചൊല്ലില്ല, ഓരോ മണിക്കൂർ ഇടവിട്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ 1000 മണി ജപമാല ഞാൻ തീർക്കുന്നുണ്ട്. ആ ജപമാല, ഈ എല്ലാ ജപമാലയ്ക്കും ശക്തിയുണ്ട്. പക്ഷേ 1000 മണി ജപമാല തുടങ്ങിയ പിന്നെ എനിക്ക് രാത്രിയിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഈ പ്രഷറാണ് ഷുഗറാണ് എന്നുള്ള ടെൻഷനില്ല, അല്ലാണ്ട് എന്നാ പറയേണ്ടത്, പേടിയില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണും, ആരെങ്കിലും നാട്ടിൽ മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ അന്ന് രാത്രി ഉറക്കം വരില്ല. ഇതൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷേ ഈ 1000 മണി ജപമാല തുടങ്ങി പരിശുദ്ധമ്മയുടെ പ്രതീക്ഷീകരണ പ്രാർത്ഥന, വിശ്വാസ പ്രമാണം, പിന്നെ ഞാൻ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഞാൻ ചൊല്ലിക്കൊണ്ട് പോകുന്നത് വിശ്വാസ പ്രമാണമല്ല, അമ്മേ കൃപാസന പ്രസാദപര മാതാവേ, എന്നെ എൻ്റെ കുടുംബത്തെ അമ്മയുടെ പ്രതീക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണമേ. ഈ ഒരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഇടവിടാതെ ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. രാത്രി ഉറക്കം വരാതിരിക്കുമ്പോഴും ഈ കൃപാസന പത്രം, അത് എൻ്റെ കയ്യിലുള്ള ഇറ്റാലിയൻ പത്രമാണ്. ഞാൻ ആ പത്രം എടുത്ത് മടക്കി എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ വെക്കും. എനിക്ക് എന്ത് രോഗം വന്നാലും ഞാൻ ആദ്യം, വയറുവേദന എന്ത് വന്നാലും അതെടുത്ത് ഇങ്ങനെ മടക്കി ഞാനിങ്ങനെ നെഞ്ചത്ത് വെക്കും. നെഞ്ചിച്ച് വെച്ചിട്ട് കടന്നേച്ചിട്ട് ഞാൻ ഈ പ്രെയർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഒരു അരമണിക്കൂർ വേണ്ട, അതിനു മുന്നേ എനിക്കത് സന്തോഷമാണ്. പിന്നെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ആ പത്രവും ഇത് നെഞ്ചത്ത് വെച്ച് കടന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധമ്മയുടെ ഏറ്റവും വലിയൊരു സഹായം അതാണ് എനിക്ക് എല്ലാ രാത്രികളിലും കിട്ടണത്. അതുകൂടാതെ പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വിടും, എനിക്ക് പത്രം കൊണ്ടുതരണം. മലയാളം പത്രം അങ്ങനെ ആരും മലയാളീസ് മേടിക്കുന്നില്ല. കാരണം വെച്ചാൽ എല്ലാവരും പറയണേ ഞങ്ങളുടെ കയ്യിലുണ്ട്, കിട്ടിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്, അവർ മേടിക്കുന്നില്ല. അപ്പം ഞാൻ പലരോടും പറയും, നിങ്ങൾ മേടിച്ചിട്ട് വായിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. പക്ഷെ അവർ മേടിക്കില്ല, ചിലരാരും മേടിക്കില്ല. അതൊരു ഭയങ്കര സങ്കടമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇറ്റാലിയൻ പത്രമാണെങ്കിൽ ഇറ്റാലിയൻകാർ മേടിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു കൂട്ടുകാരി രേഷ്മ വന്നപ്പം ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് കുറച്ച് പത്രം കൊണ്ടു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പത്രം കൊണ്ടു തന്നു. ഇറ്റാലിയൻ ഡോക്ടർമാർ, വൈദികർ, പള്ളി വരുന്ന ഇറ്റാലിയൻകാർ, ഈ പ്രായമുള്ള അമ്മച്ചിമാർ അപ്പച്ചിമാരൊക്കെയാണ്, അവർക്കെല്ലാം കൊടുത്തു. അപ്പം അവരോട് ഇത് നമ്മൾ പറയണം, ഇതെന്താണ് ഇതിൻ്റെ മീനിങ്, ഇവിടുത്തെ നടക്കുന്ന മീനിങ്. അപ്പം നമുക്ക് ഇത്രയും വർഷമായെങ്കിലും ഈ സ്പിരിറ്റ് അതിൻ്റെ ഒരു ഇറ്റാലിയൻ കുറേയൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. അപ്പം മിറാക്കിളൊന്നും ഒത്തിരി പറയാൻ എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ അറിയാവുന്ന രീതിയിൽ ഞാൻ അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ പറയണ ഒരേ ഒരു കാര്യമാണ്, നീ അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നീ ഇത് പ്രാർത്ഥിക്കുമ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പേരും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ നോക്കുന്ന അമ്മച്ചിക്കും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ട് ഭക്ഷണം കൂടെ അതിന് വയറ്റിൽ നിന്ന് പോകാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതിന് പല രോഗങ്ങളുള്ള ഇപ്പം അതെല്ലാം സോൾവ് ചെയ്ത് കിട്ടി. അതുകൊണ്ട് ആ കുടുംബത്തിനും എന്നോട് ഭയങ്കര സ്നേഹമാണ്. അവരും പറഞ്ഞു എൻ്റെ കാര്യം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പരിശുദ്ധമ്മ വഴി കിട്ടിയ വലിയ അനുഗ്രഹങ്ങളും. പിന്നെ ഞങ്ങൾ റാന്നിക്കാരാണ്. പക്ഷേ അവിടുത്തെ സ്ഥലം വിറ്റിട്ട് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ചുമ്മാ പ്രെയർ ചൊല്ലി സെപ്റ്റംബർ 30 എനിക്ക് എന്തെങ്കിലും ഒരു മിറാക്കിൾ മാതാവ് തരണേന്ന്. അത് കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തായിരുന്നു എന്നുള്ളത്. ആ സെപ്റ്റംബർ 30-ാം തീയതി എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ 10 സെൻറ്റ് സ്ഥലം 10 ലക്ഷം രൂപയ്ക്ക് വഴി സൈഡിൽ തന്നെ മേടിക്കാൻ പറ്റി. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല അമ്മയോട്, എനിക്കൊരു മിറാക്കിൾ നാട്ടിൽ ചെല്ലുന്നതിന് മുന്നേ എനിക്ക് കിട്ടണം, അതേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അമ്മ അതെനിക്ക് തന്നു. പിന്നെ എന്നും പ്രെയർ, ജപമാല, ഒന്നും ഞാൻ മുടക്കിയിട്ടില്ല. അതുപോലെ ഫോണിൽ കൂടെ ആണെങ്കിലും ഞാനും ഹസ്ബൻഡും കൂടെ പ്രെയർ ചെല്ലാറുണ്ട്. മോളാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ അച്ഛൻ്റെ എല്ലാ ടോക്കുകളും മോളെയും കേൾപ്പിക്കാറുണ്ട്. അവൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒത്തിരി പേരോട് പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങൾ, ഇനി ഭാഷ ഇറ്റാലിയൻകാരോടാണെങ്കിലും ഇന്ത്യക്കാരോടാണെങ്കിലും, പിന്നെ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഹിന്ദുക്കളാണ്, അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇങ്ങോട്ട് അഖണ്ഡ ജപമാലയ്ക്കൊക്കെ വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. അമ്മ വഴി എനിക്ക് ഇത്ര അനുഗ്രഹം തന്നതിനും നന്ദി. പിന്നെ ഞാനിത് പറയാൻ താമസിച്ചതിനും ഈശോയുടെ അമ്മയോടും ഒത്തിരി ക്ഷമ പറയാണ്. പിന്നെ എന്നെ ഇവിടെ നിർത്തി ഇങ്ങനെ സംസാരിപ്പിച്ച 2 വ്യക്തികളുണ്ട് ഇവിടെ. കാരണം സിസ്റ്റർ ജോമോളും ഇങ്ങനെ മൈക്കിൽ കൂടെ ഇങ്ങനെ സുശേഷം ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നമ്മളോട് വചനം പറയുമ്പോൾ, ഞാൻ ഈ 1 വർഷം മുന്നേ
എനിക്ക് ധൈര്യമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഈശോ മാതാവേ, ഇവർ പറയുന്ന പോലെയൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും ഇങ്ങനെ ഒന്ന് സാക്ഷ്യം പറയാനുള്ള ശക്തി, ഇവരെന്തോരം ചിരിച്ച് എന്ത് കൂളായിട്ട് ഇവർ പറയണേ, എനിക്ക് അതുപോലെ ഒന്ന് പറയാൻ പറ്റിയാൽ മതി എന്ന് ഞാനിങ്ങനെ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കായിരുന്നു. അവരും പെണ്ണുങ്ങളല്ലേ എന്നെ പോലെ, അപ്പം അവരെ പോലെ തന്നെ എനിക്കൊന്ന് ഈ ആൾക്കാരെ കയറണം. അവരൊക്കെ എന്ത് ഭംഗിയായിട്ട്, എനിക്കൊന്നും പേടിയില്ല, എന്നാ സന്തോഷം അവരുടെ ആ ഒരു വചനം പറയുമ്പോൾ മുഖത്ത്, അതുപോലെ എനിക്കൊന്ന് പറയാൻ പറ്റണം. ഇന്ന് അത് എനിക്ക് അമ്മ സാധിച്ചെന്ന്. ഇവിടെ ഈ നിമിഷം വരെ എനിക്കൊരു ധൈര്യക്കുറവായിരുന്നു. ഇപ്പം ഈ ആൾക്കാരെ കയറി ഇപ്പം എൻ്റെ പേടി അങ്ങ് മാറി. അത് അമ്മയുടെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എല്ലാവർക്കും വേണ്ടി ഞാനും ഇവിടെ വന്ന് ഞാൻ എൻ്റെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പം ആദ്യത്തെ നിയോഗം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അവിടെയുള്ള ഇറ്റലിയിലുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പ്രാർത്ഥിക്കുന്ന ഒന്ന് തന്നെയാണ്, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇവിടെ വന്ന് ഈ മണ്ണിൽ വന്ന് കാലുകുത്തുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും പിന്നെ ഈ അമ്മയുടെ പ്രതീക്ഷ സാക്ഷിയാക്കണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറ്. അതുപോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ ഈ ഒരു അവസരം പരിശുദ്ധ അമ്മ വഴി തന്ന നമ്മുടെ ജോസഫച്ചനാണ്. അച്ഛന് നന്ദി പറയുന്നു, ശുശ്രൂഷകർക്കും എല്ലാവർക്കും, അമ്മയ്ക്കും ഈശോയ്ക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. സങ്കീർത്തനം 115:12 തിരുവചനമാണ്. 17 വർഷത്തിന് ശേഷം തനിക്ക് ഓൾറെഡി ഒരു കുട്ടിയുണ്ട്. എന്നാൽ 17 വർഷത്തിന് ശേഷം പിന്നീട് ഒരു കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യവുമായിട്ട് ഈ മകൾ ഇവിടെ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് പ്രതിസന്ധികളൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതെല്ലാം വ്യക്തമായിട്ട് നാം കേട്ട് കഴിഞ്ഞു. അൾത്താരയിൽ കയറി സാക്ഷ്യം പറയുക, ഈ അൾത്താരയിലൊന്ന് ചവിട്ടാനായിട്ട് നമുക്ക് കൃപ കിട്ടുക, അത് ചിലപ്പോഴെങ്കിലുമൊക്കെ ആർക്കെങ്കിലും അമ്മമാരുടെ കൂടെ വരുന്ന മക്കളോ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ വരുന്ന ഭർത്താവോ ഒക്കെ നീ പറഞ്ഞാൽ മതി, അല്ലേ അമ്മ പറഞ്ഞാൽ മതി, ഞാനിവിടെ ഇരുന്നോളാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യവും ചിലപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണിത്. ഇവിടെ കയറി നിന്ന് 2 വാക്ക് പറയുക. അതിന് ഇനി നമുക്കൊരു ചാൻസ് ലഭിക്കില്ല. നാം ഈ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു ആനുകൂല്യം തന്നെയാണത്. അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷികളാവുക, ഈശോയുടെ സാക്ഷികളാവുക, മൈക്ക് പിടിച്ച് 2 വാക്ക് പറയുവാൻ. മൈക്ക് കയ്യിലെടുത്തിട്ടില്ലാത്ത എത്രയോ മക്കളാണ്. അതും ചിലപ്പോൾ ചില യൂത്ത് തന്നെ പറയാറുണ്ട്, അവർക്ക് മൈക്ക് അവരെടുത്തിട്ടില്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൈക്ക് എടുത്ത് പിടിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു കറേജ് കിട്ടുക, എന്നിട്ട് അതിനൊക്കെ ഒരു അവസരം വരുമ്പോൾ അത് പറയാനായിട്ട് നമ്മെ തന്നെ ഒരുക്കുക. അത് അരൂപിയുടെ ദാനം ഒന്ന് മാത്രമാണ്, ആ ഒരു ധൈര്യം. അങ്ങനെ ഈ മകൾ ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. തനിക്ക് കഴിയാതിരുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം വന്നിട്ട് സാക്ഷ്യം പറയാതെ പോയത്. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് ദുഃഖിക്കുകയും, എന്നാൽ ഇവിടെ ഇന്നലെ വന്നിട്ട് വീട്ടിൽ പോലും പോകാതെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം തൻ്റെ വീട്ടിലേക്ക് പോകുവാനായിട്ട് ഈ മകൾ തീരുമാനമെടുത്തതുപോലെ എത്രയോ മക്കൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു പോകുന്നു. അങ്ങനെ തൻ്റെ കുടുംബത്തെ ഒന്നാകെ ഒരുമിപ്പിച്ച് നിർത്തുന്ന അമ്മയുടെ ഇടപെടലുകൾ, അതിന് ഈ മകൾ കൊടുക്കുന്ന ഒരു വിലയുണ്ട്. വില കൊടുക്കാതെ നമുക്കൊന്നും കിട്ടില്ല, പേയ്മെൻറ്റ് വേണം. അതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുക. ഈ മകൾ 1000 മണി ജപമാല ചൊല്ലുന്നു എന്ന് പറയുന്നു. തനിക്ക് ഡ്യൂട്ടിയുണ്ട്, താൻ ഇന്ന് ഇറ്റലിയിലാണ്, അതിൻ്റെ ഇടയിലാണ് 1000 മണി ജപമാല ചൊല്ലുക. അപ്പോൾ നമുക്കൊക്കെ വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അതൊന്നും വലിയ കാര്യമല്ല. എന്നാൽ നാം ഏൽപ്പിക്കപ്പെട്ട ജോലികളുടെ ഇടയിലും നാം പലതിനും സമയം കണ്ടെത്തുമ്പോൾ അതുതന്നെയാണ് നാം എടുക്കുന്ന റിസ്ക്, നാം കൊടുക്കുന്ന പേയ്മെൻറ്റ്. അതാണ് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള ആസ്തിയായിട്ട്, കൃപാസന ആസ്തിയോടുകൂടി കൂട്ടിച്ചേർക്കപ്പെടുക. പിന്നീട് എങ്ങനെ കർത്താവിന് വെറുതെ ഇരിക്കാൻ പറ്റും? അങ്ങനെ സഹോദരങ്ങളുമായിട്ട് രമ്യപ്പെടുന്നു. എത്രയോ വർഷങ്ങൾ മിണ്ടാതിരുന്നവർ അവരിപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ, ഒരുമിച്ച് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. തങ്ങൾക്ക് അതുപോലെ മറ്റ് പല കൃപകളും ലഭിച്ചത്, മകളുടെ പാസ്പോർട്ട്, അതിൻ്റെ തടസ്സങ്ങളൊക്കെ എങ്ങനെ മാറുന്നു. ഇറ്റലിയിലുള്ളവരോടും
അമ്മയുടെ കാശ്രൂപം കാണിച്ച് അവരോട് പോലും അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും തനിക്ക് അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ മടി കൂടാതെ അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരു പിടി കാര്യങ്ങളാണ് ഇവിടെ പറയുക. അപ്പോഴാണ് മോസസിനെ പോലെ കർത്താവിനോട് സംസാരിക്കുന്നവരാവുക, മുഖാഭിമുഖം സംസാരിക്കുക. അതുകൊണ്ടാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. ഈ മകളൊരു ഡേറ്റ് ഇട്ടു. ആ ഡേറ്റിൽ തന്നെ ഇവർക്ക് കിട്ടിയ കൃപ എന്താണെന്ന് ഇവിടെ ഈ മകൾ പറയുകയുണ്ടായി. അതായത് അതൊക്കെ നമുക്ക് തരുന്ന ഒരു ഉൾവിളികളാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് തോന്നലായിട്ട് മാറ്റി വെച്ചുകൊണ്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞു പോയാൽ അത് അങ്ങനെ തന്നെ പോവുകയുള്ളൂ. എന്നാൽ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ മനസ്സിലേക്കൊക്കെ ആ ഒരു ചിന്ത വരുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇടപെടലുകളായിട്ട് കാണാനും ആ ഡേറ്റുകളൊക്കെ മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുവാനും നാം സന്നദ്ധരാകുമ്പോൾ അമ്മ, സമയത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇനിയും കൂടുതലായി കൃപകൾ നൽകി ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ